ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പിങ്കിക്ക് ഇപ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് എല്ലാം ഒരു ട്രഷർ ഹണ്ട് പോലെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 14 ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു മെയിൻ ഗിഫ്റ്റും ബാക്കി 13 കുട്ടി കുട്ടി ഗിഫ്റ്റുകളും. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലൂസ് ഒക്കെ എഴുതിയിട്ട് ഈ ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അത് 14 സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് പിന്നെ ഒരു ക്ലൂ എഴുതിയിട്ട് അത് അവളുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ആ ക്ലൂ വെച്ചിട്ട് അവൾ ആദ്യത്തെ ഗിഫ്റ്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്തു നിന്ന് അവൾക്ക് ആദ്യത്തെ ഗിഫ്റ്റും കൂട്ടത്തിലൊരു ക്ലൂവും കൂടെ കിട്ടും. ആ ക്ലൂ വെച്ചിട്ട് അടുത്ത ഗിഫ്റ്റിലോട്ട് പോകണം, പിന്നെ അടുത്ത ഗിഫ്റ്റിലോട്ട്, അങ്ങനെ അവസാനത്തെ ഗിഫ്റ്റ് വരെ എത്തണം. ഇതായിരുന്നു നമ്മൾ പിങ്കിക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച ആക്ടിവിറ്റി. അപ്പോൾ ഇത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയായിരുന്നു. കാരണം ഈ ക്ലൂസ് എഴുതുക, അത് അവൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം, നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യണം, ഗിഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണം, അടുത്ത ഗിഫ്റ്റിലോട്ടുള്ള ക്ലൂസിൻ്റെ അതിൽ നിന്ന് വരണം. അങ്ങനെ ഇച്ചിരി മെനക്കെട്ടൊരു പരിപാടിയായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളത് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം പിങ്കിക്ക് വേണ്ടിയിട്ടല്ലേ, അവളുടെ ആ ഒരു മുഖത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ചിരിയും കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ഞങ്ങൾക്കും ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റ് വാങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പിങ്കിയും കൂടെ ഒരു വിൻഡോ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിങ്കി എന്തിനൊക്കെയാണ് താല്പര്യം കാണിച്ചത്, എന്തൊക്കെയാണ് പിക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്തത്. പിന്നീട് ഞാനും പ്രതീക്ഷേട്ടനും കൂടെ പോയിട്ട് വാങ്ങിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം വാങ്ങി. പിന്നെ മെയിൻ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് വാച്ച് ആണ്. അത് അവൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്.